ഈ പി ആറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൗസിനുള്ളിൽ പല വേള പല രീതിയിൽ എന്തിനേറെ ലാലേട്ടൻ പോലും ചർച്ച ചെയ്തിട്ടുണ്ട്. ആ സമയത്തെല്ലാം പുറത്ത് ജനവും പലകുറി ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. ചില ആളുകൾ, നമ്മുടെ മലയാളികൾ എത്രമാത്രം ശുദ്ധരാണെന്നും മലയാളികളുടെ മനസ്സിനെ എന്തുമാത്രം മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നതിന്റെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു മാതൃകയാണ് ബിഗ് ബോസ് സീസൺ 7. കാരണം ചില മലയാളികൾ അവരുടെ സ്വന്തം പ്ലാറ്റ്ഫോമിൽ, സ്വന്തം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലോ അവരുടേതായ പേഴ്സണൽ യൂട്യൂബ് ചാനലുകളിലോ അവർ വന്ന് പറയുന്നുണ്ടായിരുന്നു സർക്കാസം മാതിരി, ഞാൻ അനുമോളുടെ പി ആർ അല്ല, പക്ഷെ എനിക്ക് അനുമോളെയാണ് ഇഷ്ടമെന്ന്. പക്ഷെ അവർ അറിയാതെ അവരുടെ മനസ്സിനെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ഇവിടെ നടന്നതെന്ന് ഇവർ ആരും ഇന്നും തിരിച്ചറിയുന്നില്ല. ഇവരെല്ലാവരും ഇന്നും പണ്ട് ഗുരു സിനിമയിലെ മറ്റേ ഇലാമ പഴത്തിന്റെ കുരു വിഷമാണെന്ന് കരുതി അതിലെ വിഷത്തെ, അതായത് ഒറിജിനൽ വിഷത്തിന്റെ സ്വാദ് അതേ രീതിയിൽ നുകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടത്തെ, അതായത് അത് മലയാളിയുടെ മനസ്സിന്റെ ആ ഒരു വൈകല്യത്തെ ഒരു കൂട്ടം പി ആറുകൾ വളരെ വ്യക്തമായിട്ടുള്ള പ്രൊപ്പഗൻഡ അജണ്ടകൾ വെച്ച് വളരെ കൃത്യമായിട്ടുള്ള കട്ടിംഗ് ക്ലിപ്പുകളിൽ ബീജിയം കയറ്റിവിട്ട് കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള സീക്വൻസുകൾ കുത്തി നിറച്ചുകൊണ്ട് മലയാളിയുടെ മനസ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്.